Very good morning, my dear students, and we are going to the next session of fundamentals of investment. And we have already started with with our revision chapters, and we were reviewing the first chapter, that is investment environment, and the theoretical portions has been revised, and we were revising the problem session, that is how to calculate risk, how the risk of individual securities can be calculated. That was our topic, and we have studied that there are mainly two important measures we are using, and they are standard deviation and variance. Standard deviation and variance. Okay, and also we have analyzed the relationship between standard deviation and variance. Variance is the square of standard deviation. Standard deviation square നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? Variance എന്ന് വിളിക്കുക. SB square is variance. അതായത് നമ്മൾ ഇതിന്റെ സിംബലൊക്കെ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു അല്ലേ? എങ്ങനെയാ സിംബൽ? This is a symbol for standard deviation, and ഇങ്ങനെ എഴുതിയാലോ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വേരിയൻസ്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയറിനെ വിളിക്കുന്ന പേരാണ് വേരിയൻസ്. അതായത് വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ സ്ക്വയർ ഈസ് നോൺ ആസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. Square root of sigma square is known as standard deviation. Okay, and also we have studied the formula for finding out standard deviation. Standard deviation കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ എന്ത് ചെയ്തു? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു ഫോർമുല? It is square root of sigma d square divided by n. That is the formula for finding out this standard deviation. And d square means, what is d? D stands for, d is equal to probable returns minus expected returns. Probable returns minus expected returns is known as D. Okay, so we should find out the deviation, and then we should be supplied with the necessary informations relating to what is our expected returns. Problem ഉണ്ടായിരിക്കണം expected returns എത്രയാണെന്നുള്ളത്. ഇനി അത് നമുക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യേണ്ടി വരും? കണ്ടുപിടിക്കേണ്ടി വരും. ആൻഡ് വി ഹാവ് ഓൾസോ സ്റ്റഡീഡ് ദാറ്റ് ദർ ഇസ് എ സ്ലൈറ്റ് ചേഞ്ച് ഇൻ ദ ഫോർമുല ഇഫ് യു ആർ ഗിവൺ വിത്ത് ദ ഇൻഫർമേഷൻ ഓഫ് പ്രോബബിലിറ്റീസ്. പ്രോബബിലിറ്റിയുടെ ഇൻഫർമേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആ ഒരു ഇൻഫർമേഷനും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോൾ ദർ വിൽ ബി സം സോർട്ട് ഓഫ് difference between difference in the formula. അതെന്താണ് ആ ഡിഫറൻസ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. The difference is like this. The difference is this standard deviation is equal to square root of sigma p d square. Square root of sigma p d square, and there is no denominator. നേരത്തെ നമ്മൾ n നമ്മൾ കണ്ടിരുന്നു. ആ n-ന് പകരം ഇവിടെ പ്രോബബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? നമ്മൾ n എഴുതേണ്ട ആവശ്യമില്ല, നമ്പർ ഓഫ് ഒബ്സർവേഷൻ അവിടെ എഴുതേണ്ട ആവശ്യമില്ല. സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ പി ഡി സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് കിട്ടും. ഇതായിരുന്നു നമ്മൾ പഠിച്ച രണ്ട് ഫോർമുലകൾ. ഒരു പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അല്ലേ? എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, എങ്ങനെയാണ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി
നമുക്ക് രണ്ടും കൂടി കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും കൂടി കാൽക്കുലേറ്റ് ചെയ്യുന്ന അടുത്ത ഒരു ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം പോകാം. ആൻഡ് ദ പ്രോബ്ലം ഈസ്, ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് രണ്ട് കമ്പനികളുടെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ പ്രോബ്ലം ഇല്ല എനിക്കറിയാം, അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്ന പ്രോബ്ലം നന്നായിട്ട് കേൾക്കുക. രണ്ട് കമ്പനികളുടെ ഇൻഫർമേഷൻസാണ്, രണ്ട് കമ്പനികളുടെ സ്റ്റോക്കിൻ്റെ ഇൻഫർമേഷനാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത് തന്നിട്ടുള്ളത്. The return and the probability distribution of investment in two companies A and B is given below. Calculate expected returns and standard deviation of both these companies and comment on it. Expected returns calculate ചെയ്യേണ്ടി വരും, standard deviation calculate ചെയ്യേണ്ടി വരും. At the same time we have to calculate the variance also. Then ഇവിടെ കമ്പനി എയുടെ ഇൻഫർമേഷൻ തന്നിരിക്കുന്നത് കമ്പനി എ. യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. നോട്ട്ബുക്കിൽ ജസ്റ്റ് ഞാൻ ഈ പറയുമ്പോൾ തന്നെ അതെന്ത് ചെയ്യുക, എഴുതിയെടുക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ പ്രോബ്ലം എന്താവുള്ളൂ, ക്ലിയർ ആവുള്ളൂ. ആൻഡ് the company A റിട്ടേൺസ് ആൻഡ് പ്രോബബിലിറ്റി. ഞാൻ പ്രോബബിലിറ്റിയൊന്നും മുഴുവനായിട്ട് എഴുതുന്നില്ല, റിട്ടേൺസും പ്രോബബിലിറ്റിയാണ് തന്നിരിക്കുന്നത്. റിട്ടേൺസ് ആർ ആൻഡ് 10 പ്രോബബിലിറ്റീസ് 0.10, 0.25, 0.30, 0.25 and 0.10. So these are the informations relating to company A. And company Bയുടെ ഇൻഫർമേഷൻ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. ബട്ട് ബിയുടെ ഇൻഫർമേഷനിലേക്ക് പോകുന്നതിന് മുൻപ് we can consider and we can see the standard deviation, or we can calculate the standard deviation of company A. കമ്പനി എയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്ത് നോക്കാം, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റിട്ടേൺസ് നമുക്ക് തന്നിട്ടുണ്ട് ഇത്ര, പ്രോബബിലിറ്റീസ് നമുക്ക് തന്നിട്ടുണ്ട് ഇത്ര. ദെൻ ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ് ദ എക്സ്പെക്റ്റഡ് റിട്ടേൺസ്. എക്സ്പെക്റ്റഡ് റിട്ടേൺസ് നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യണം, വേണം. എങ്കിൽ മാത്രമേ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, എങ്ങനെയാണ് എക്സ്പെക്റ്റഡ് റിട്ടേൺസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. സോ എക്സ്പെക്റ്റഡ് റിട്ടേൺസ് ആർ എന്ത് ചെയ്യണം, ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ നടത്തണം. എന്താ ഫോർമുല, എക്സ്പെക്റ്റഡ് റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഇറ്റ് ഈസ് സിഗ്മ XI PI. എക്സുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്, പികളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ദെൻ എന്ത് ചെയ്യണം, അങ്ങനെ റിട്ടേൺസ് എക്സ്പെക്റ്റഡ് റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്ങനെയാണ് വരുന്നത്, ദാറ്റ് ഇറ്റ് ഈസ് 0.60, 1.75, 2.40, 2.25, then 1.00. ദെൻ എന്ത് ചെയ്യണം, എക്സ്പെക്റ്റഡ് റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ചെയ്യുക, ഈ കോളം നമ്മൾ ടോട്ടൽ ചെയ്യണം, അതിൻ്റെ സിഗ്മ കാണണം അല്ലേ. സോ സിഗ്മ XI PI ആണ് അതിൻ്റെ ഫോർമുല. ദെൻ സിഗ്മ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം ഏതാ, ഇറ്റ് വിൽ ബി 8. ഇറ്റ് വിൽ ബി 8. ഓക്കെ, 8.00. ആണ് നമുക്ക് എന്ത് കിട്ടണേ, എക്സ്പെക്റ്റഡ് റിട്ടേൺസ് കിട്ടുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ ഡീവിയേഷൻ കണ്ടുപിടിക്കുക. അടുത്ത കോളം എന്തിൻ്റെ കോളാണ്, ഡീവിയേഷൻ്റെ കോളാണ്. ദെൻ ഡീവിയേഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിട്ടേൺസിൽ നിന്നും എന്ത് കുറയ്ക്കുന്നതാണ്, എക്സ്പെക്റ്റഡ് റിട്ടേൺസ് കുറയ്ക്കുന്നതാണ് നമ്മുടെ ഡീവിയേഷൻ അല്ലേ. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഡീവിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക, ഇതിൽ നിന്നും എന്ത് കുറയ്ക്കുക, എക്സ്പെക്റ്റഡ് റിട്ടേൺ.
എക്സ്പെക്റ്റഡ് റിട്ടേൺ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. സോ 6ൽ നിന്നും 8 കുറയ്ക്കുമ്പോൾ -2, 7ൽ നിന്നും 8 കുറയ്ക്കുമ്പോൾ -1, 8ൽ നിന്നും 8 കുറയ്ക്കുമ്പോൾ 0, 9ൽ നിന്നും 8 കുറയ്ക്കുമ്പോൾ 1, 10ൽ നിന്നും 8 കുറയ്ക്കുമ്പോൾ 2. സോ വി ഗോട്ട് ഡി നമുക്ക് കിട്ടി. ഇനി എന്താ നമുക്ക് കിട്ടേണ്ടത്? ഡി കിട്ടിയിട്ട് കാര്യമില്ലേ, നമുക്ക് കിട്ടേണ്ടത് ഡി സ്ക്വയർ കിട്ടണം അല്ലേ. സോ ഡി സ്ക്വയർ 4 1 0 1 4. ദെൻ അടുത്തത്, ഇത് പ്രോബബിലിറ്റി ഉള്ള പ്രോബ്ലം ആയതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ ഫോർമുലയാണ് എന്ത് ചെയ്യേണ്ടി വരിക, യൂസ് ചെയ്യേണ്ടി വരിക. ആൻഡ് വി ഷുഡ് റൈറ്റ് ദ കോളം പി ഡി സ്ക്വയർ അല്ലേ. പി ഡി സ്ക്വയർ വേണ്ടേ? എന്നിട്ട് അതിൻ്റെ സിഗ്മ എന്ത് ചെയ്യണം, നമ്മൾ കണ്ടുപിടിക്കണം. പി ഡി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ പ്രോബബിലിറ്റീനെ എന്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇതായിട്ട് 0.10 ഇൻറ്റു 4, 0.25 ഇൻറ്റു 1, അഗെയിൻ 0.30 ഇൻറ്റു 0, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 0.40, 0.25, then 0.00, then 0.25, then 0.40. Then it should be അതിൻ്റെ സിഗ്മ നമ്മൾ കണ്ടുപിടിക്കണം. സിഗ്മ കണ്ടുപിടിക്കുമ്പോൾ വി ഗോട്ട് 1.30 ആണ് നമുക്ക് എന്ത് ചെയ്യുക കിട്ടുക. ഇനി എന്താ ചെയ്യേണ്ടത്, നമുക്ക് അതിൻ്റെ സിഗ്മ പി ഡി സ്ക്വയർ നമുക്ക് എന്ത് ചെയ്തു കിട്ടി. ഈ കിട്ടിയിരിക്കുന്നത് സിഗ്മ പി ഡി സ്ക്വയർ ആണ് അല്ലേ. 1.30 കിട്ടി. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. എന്ത് ഞാനത് മാറ്റിയാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം, സ്ക്വയർ റൂട്ട് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1.30 അല്ലേ. സ്ക്വയർ റൂട്ട് ഓഫ് 1.30 ആണ് നമുക്ക് കിട്ടുക. ദെൻ ഇറ്റ് വിൽ ബി 1.14 ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു 1.14. ദെൻ വേരിയൻസ് വിൽ ബി 1.14 square. Variance will be 1.14 square and it will be again 1.30. Okay, so that's about company A. Standard deviation is 1.14 and variance is 1.30. ഇനി നമുക്ക് കാണാനുള്ളത് കമ്പനി ബിയുടെ ഡീറ്റെയിൽസ് ആണ്. കമ്പനി ബിയുടെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. കമ്പനി ബിയുടെ ഡീറ്റെയിൽസ് നോക്കിയേ. റിട്ടേൺസ് തന്നിട്ടുണ്ട്, പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റിട്ടേൺസ് 4, 6, 8, 10, 12 ഇത്രയാണ് റിട്ടേൺസ്. ഇനി പ്രോബബിലിറ്റി വരുന്നത് 0.10, 0.20, 0.40, 0.20, 0.10 ആണ് പ്രോബബിലിറ്റീസ് എന്ത് ചെയ്യുന്നത് വരുന്നത്. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി എക്സ്പെക്റ്റഡ് റിട്ടേൺസ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, എക്സ്പെക്റ്റഡ് റിട്ടേൺസ് നമുക്ക് കണ്ടുപിടിക്കണം. എക്സ്പെക്റ്റഡ് റിട്ടേൺസ് കണ്ടുപിടിക്കുമ്പോൾ എന്താ നമ്മൾ ചെയ്യുക, പി ഇൻറ്റു ആർ അല്ലേ. പീനെ ഈ പ്രോബബിൾ റിട്ടേൺസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 0.40, 1.20, then 3.20, 3.20, then 2, then 1.20, 0.40, 1.20, 3.20, 2 and 1.20 ആണ് നമുക്ക് പ്രോബബിലിറ്റീനെ റിട്ടേൺസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റഡ് റിട്ടേൺസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എക്സ്പെക്റ്റഡ് റിട്ടേൺസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സം ടോട്ടൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ കോളത്തിൻ്റെ സം ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ എത്രയാണ് വരിക എന്നൊന്ന് നോക്കി നോക്കിയേ. 0, 10 and it will be again 8 അല്ലേ. കമ്പനി എയുടെ നമ്മൾ
സെയിം 8 തന്നെയാണ് നമുക്ക് എക്സ്പെക്റ്റഡ് റിട്ടേൺസ് കിട്ടിയത്. സോ കമ്പനി ബിയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺസ് നമുക്ക് കിട്ടുന്നത് എത്ര തന്നെയാണ്? 8 തന്നെയാണ് കിട്ടുന്നത്. ദെൻ ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? ഡീവിയേഷൻ ഫ്രം ദി പ്രോബബിൾ റിട്ടേൺസ്. എത്ര ഈ എക്സ്പെക്റ്റഡ് റിട്ടേൺസിൻ്റെ റിട്ടേൺസിൽ നിന്ന് എത്ര ഡീവിയേഷൻ ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ നോക്കണ്ടേ. അപ്പോൾ നമുക്ക് വി ഷുഡ് ഫൈൻഡ് ഔട്ട്. ഇവിടെ നമ്മൾ XI PI എന്നോ എന്താ വെച്ച് കൊടുക്കും. ഇത് പ്രോബബിൾ റിട്ടേൺസ് ആണ്. സോ ഇങ്ങനെ നമുക്ക് കൊടുക്കാം. സോ ദെൻ വി ഷുഡ് ഫൈൻഡ് ഔട്ട് ദ ഡീവിയേഷൻ. ഡീവിയേഷൻ എത്രത്തോളം ഉണ്ട്? ഫസ്റ്റ് ഇയറിൽ എത്രയാണ് ഡീവിയേഷൻ? അത് 4 ആണ് പ്രോബബിൾ റിട്ടേൺ വരുന്നത്. അതേസമയം 8 ആണ് നമ്മുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ. സോ 4 - 8 ഇറ്റ് വിൽ ബി -4 ആൻഡ് 6 - 8 ഇറ്റ് വിൽ ബി -2. 8 - 8 will be 0. 10 - 8 will be 2. 12 - 8 will be 4. So this is D and we should find out D square. നമ്മൾ അടുത്തതായിട്ട് കണ്ടുപിടിക്കേണ്ടത് എന്താ? D square ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. Then D square will be 16, 4, 0, 4 and 16. So this will be D square. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? വി ഷുഡ് ഫൈൻഡ് ഔട്ട് ദി, നമ്മൾ കമ്പനി എയുടെ കണ്ടുപിടിച്ച അതേ രീതിയിൽ തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇതിൻ്റെ ഒരു കോളം കൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്യാനുണ്ട്. അതേതാ കോളം? ദറ്റ് ഈസ് PD സ്ക്വയർ. PD സ്ക്വയർ. PD സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? പ്രോബബിലിറ്റി ഇൻറ്റു D സ്ക്വയർ. D സ്ക്വയർ നമുക്ക് അവൈലബിൾ ആണ്, പ്രോബബിലിറ്റി കോളവും നമുക്ക് അവൈലബിൾ ആണ് അല്ലേ? സോ ഈ കോളത്തിനെയും സെക്കൻഡ് കോളത്തിനെയും ഫിഫ്ത്ത് കോളത്തിനെയും കൂടി നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയൊക്കെയാണ് കിട്ടുക? ഇറ്റ് വിൽ ബി 1.60, 1.60 and 0.80 and here it will be 0 and 0.80 and 1.60. So these are the figures in PD square അല്ലേ? ഇങ്ങനെയാണ് വരിക. Then we will get, ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ ഫോർമുല വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്താണ്. ഫോർമുല എന്തായിരുന്നു? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇറ്റ് വാസ് സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ PD square. It is the formula for finding out the standard deviation. Then we should find out its sum total. സം ടോട്ടൽ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ കിട്ടും. ആൻഡ് അതിൻ്റെ ടോട്ടൽ എത്രയാണ് വരിക? 4.80. 4.80 ആണ് സിഗ്മ PD സ്ക്വയർ എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. സിഗ്മ PD സ്ക്വയർ ഇസ് ഈക്വൽ ടു 4.80. Then what will be the standard deviation? Standard deviation will be is equal to square root of 4.80. Square root of 4.80 ആണ് എന്തെന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ആൻഡ് സ്ക്വയർ റൂട്ട് ഓഫ് 4.80 വിൽ ബി 2.19. ഇറ്റ് വിൽ ബി 2.19. ഓക്കെ. സോ ഇനി വേരിയൻസ് കണ്ടുപിടിക്കണമെങ്കിൽ what will be the variance? Variance will be 2.19 square. It will be 4.80. In another sense നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്താണ്? സിഗ്മ സ്ക്വയർ ആണ്. അല്ലെങ്കിൽ ഈ ലാസ്റ്റ് കോളത്തിനെ സം ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും കിട്ടുന്നത് എന്താണ്? വേരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ആ വേരിയൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്? സ്ക്വയർ റൂട്ട് ചെയ്യണത്. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടണേ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് വേരിയൻസ് കിട്ടിക്കഴിഞ്ഞു. മനസ്സിലായി? ഞാൻ അത് ചെയ്യാതിരുന്നത് നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ വേരിയൻസ് കിട്ടി. ആ വേരിയൻസിനെ നമ്മൾ സ്ക്വയർ റൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്തും കിട്ടി? സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കിട്ടി. അതേസമയം നിങ്ങൾക്ക് ഇനി അതിൽ കൺഫ്യൂഷൻ തോന്നണ്ടെന്ന് വെച്ചിട്ടാണ് ആദ്യം വേരിയൻസിനെ കുറിച്ച് മിണ്ടാണ്ട് എവിടേക്ക് പോയത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലേക്ക് പോയത്. അവസാനം സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ സ്ക്വയർ ചെയ്താലും നമുക്ക് കിട്ടുന്നത് ഇതേ ഫിഗർ തന്നെയാണ്. 4.80 എന്ന് പറയുന്ന വേരിയൻസ് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യണേ? കിട്ടുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇനി നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, നമ്മളോട് വെറുതെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുക, വേരിയൻസ് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമല്ല അവിടെ പറഞ്ഞിരുന്നത്. നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് കമൻറ്റ് ഓൺ ഇറ്റ് എന്നുള്ളൊരു കാര്യം കൂടി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമൻറ്റ് ഓൺ ഇറ്റ്. കമ്പനി എയുടെ കാര്യവും കമ്പനി എയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും
കമ്പനി ബിയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൽ കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കമൻറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുക. എന്തഭിപ്രായം പറയുക? കമ്പനി എ ആണോ നല്ലത്, കമ്പനി ബി ആണോ നല്ലത് എന്നുള്ള അഭിപ്രായം നമ്മൾ എന്ത് ചെയ്യണം, പറയണം അല്ലേ. ഇതിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ഫിഗറിന് എടുത്താൽ മതി. ഒന്നില്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എടുക്കുക, അല്ലെങ്കിൽ വേരിയൻസിന് എടുക്കുക. രണ്ടായാലും നമുക്ക് സെയിം തന്നെയാണ്. നോക്കിയേ, കമ്പനി എയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 1.14 ആണ്. അതിനനുസരിച്ച് വേരിയൻസും ഉണ്ടാവും അല്ലേ. ഇനി കമ്പനി ബിയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 2.19 ആണ് അല്ലേ. 2.19 ആണ് കമ്പനി ബിയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? എന്താ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക? വേരിയൻസ് കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? റിസ്ക് കൂടുതലാണ് അല്ലേ. റിസ്ക് കൂടുതലാണോ കുറവാണോ എന്നുള്ളത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ ചെയ്യണ്ടെന്നുള്ളൂ. ചിലവർക്ക് റിസ്ക് കൂടുതലുള്ള ഇതായിരിക്കും, സെക്യൂരിറ്റീസ് ആയിരിക്കും ഇഷ്ടം. റിസ്ക് കൂടുതലുള്ള കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിരിക്കും ചിലവർക്ക് ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ അവരതിനെന്ത് ചെയ്തോട്ടെ, ഇൻവെസ്റ്റ് ചെയ്തോട്ടെ. നമുക്കിവിടെ പറയാനുള്ളത് ഏതിനാണ് റിസ്ക് കൂടുതൽ, ഏതിനാണ് റിസ്ക് കുറവ്. ഇവിടെ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ കമ്പനി എക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുന്നത് 1.14 മാത്രമാണ്. അതേസമയം കമ്പനി ബിയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 2.19 ആണ്. അതിൻ്റെ അർത്ഥം കമ്പനി ബിക്ക് ബിയുടെ സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചധികം റിസ്ക് ആർക്ക് നേരിടേണ്ടി വരും? ഇൻവെസ്റ്റർക്ക് നേരിടേണ്ടി വരും. മനസ്സിലായി? അപ്പോൾ റിസ്കിയർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, റിസ്കിയർ ആയിട്ടുള്ള സ്റ്റോക്ക് ഏത് കമ്പനിയുടെയാണ്? കമ്പനി ബിയുടേതാണ്. കമ്പനി എക്ക് അത്ര കണ്ട് എന്തില്ല, റിസ്ക് കമ്പയർ ചെയ്യുമ്പോൾ അത്ര കണ്ട് റിസ്ക് ഇല്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. ഇനി അതിനനുസരിച്ച് ആ ഒരു ബേസിക് ഐഡിയയുടെ ഇതിൽ ആർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം? ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലായി. ഞാൻ നേരത്തെ അന്ന് ഈ ആക്ച്വലി ഈ ഒരു ടോപ്പിക് എടുക്കുന്ന സമയത്ത് മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലുള്ള പ്രോബ്ലംസാണ് വരിക. അതായത് അഡ്വൈസ് ദ ഇൻവെസ്റ്റർ, അല്ലെങ്കിൽ വാട്ട് വുഡ് ബി യുവർ ഒപ്പീനിയൻ അബൌട്ട് ദിസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ ചോദിച്ചാൽ അതുപോലുള്ള ക്വസ്റ്റ്യൻസാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്യുന്നത്, വരുന്നത്. സോ യു ഹാവ് ടു ആൻസർ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം അവസാനിപ്പിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് എഴുതേണ്ടി വരും? നമ്മുടെ കമ്പനി ബിയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടുതലാണ്, വേരിയൻസ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ കമ്പനി ബിയുടെ റിസ്ക് കൂടുതലാണ് എന്നുള്ളൊരു കമൻറ്റ് നമ്മളവിടെ താഴെ എഴുതി അവസാനിപ്പിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കമൻറ്റ് എഴുതുന്നതിനായിരിക്കും ചിലപ്പോൾ പകുതി മാർക്ക് ഉണ്ടാവുക. 15 മാർക്കിൻ്റെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൽ 10 മാർക്ക് മാത്രമേ ചിലപ്പോൾ ചെയ്യാൻ, 10 അല്ലെങ്കിൽ 7 മാർക്കൊക്കെയാണ് ഇതിൻ്റെ പ്രാക്ടിക്കലി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ചതിനും വേരിയൻസ് കണ്ടുപിടിച്ചതിനും ഉണ്ടാവുള്ളൂ. അതേസമയം ബാക്കി എന്താ പറയുക, ബാക്കി കമൻറ്റ് എഴുതുന്നതിനായിരിക്കും ബാക്കിയുള്ള മാർക്ക് ഉണ്ടാവുക. അപ്പോൾ 7 മാർക്കാണെങ്കിൽ 8 മാർക്ക് ചിലപ്പോൾ കമൻറ്റ് എഴുതുന്നതിനായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കമൻറ്റ് എഴുതാനായിട്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വിട്ടു പോകാൻ പാടില്ല എന്നുള്ളതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം. മാത്രമല്ല ഇവിടെ ഒരു കാര്യം കൂടി, ഈ കമ്പനി എയുടെ കാര്യവും കമ്പനി ബിയുടെ കാര്യവും പറയുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ എക്സ്പെക്റ്റഡ് റിട്ടേൺസ് എന്ന് പറയുന്നത് രണ്ടിൻ്റെയും സെയിം ആണ്. കണ്ടോ, കമ്പനി എയുടെ എക്സ്പെക്റ്റഡ് റിട്ടേണും കമ്പനി ബിയുടെ എക്സ്പെക്റ്റഡ് റിട്ടേണും സെയിം ആണ്. 8 ആണ് എക്സ്പെക്റ്റഡ് റിട്ടേൺസ് വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇതിലിപ്പോൾ റിസ്കിയർ ആയിട്ടുള്ളതിന് കുറച്ചും കൂടി റിട്ടേൺസ് കൂടുതലുണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, കളയാം. പക്ഷേ രണ്ടിൻ്റെയും എക്സ്പെക്റ്റഡ് റിട്ടേൺസ് തുല്യമാണ് താനും, അതേസമയം റിസ്ക് ഫാക്ടറിൽ എന്തുണ്ട്, വ്യത്യാസം ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളെപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സെലക്ട് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? റിസ്ക് റിട്ടേൺ ബേസിസിലാണ്. ഓക്കെ, നിങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. നിങ്ങൾ ഒരു അപ്രോച്ചസ് ടു സെക്യൂരിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഏകദേശം റിട്ടേണിൻ്റെ ബേസിസിൽ തുല്യമായിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് റിസ്കിനെ നമ്മൾ നോക്കുക, റിസ്ക് തുല്യമായിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ റിട്ടേൺസ് നമ്മൾ പ്രിഫർ ചെയ്യണേ, അങ്ങനെ നമ്മൾ ഓരോന്നിനെയും അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോനൊക്കെ സെലക്ട് ചെയ്യുന്ന കണക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നുണ്ട്, പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ളൊരു രീതിയായിട്ട്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഒരു റിസ്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണെങ്കിൽ ഇവിടെ
അയാൾ സെലക്ട് ചെയ്യുക കമ്പനി എയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിരിക്കും. അതേസമയം റിസ്ക് കൂടുതൽ അയാൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ, പക്ഷേ അയാൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എക്സ്പെക്റ്റഡ് റിട്ടേൺസ് അവിടെ 8 തന്നെ ഉള്ളൂ. അപ്പം അതുകൊണ്ട് റിസ്ക് കൂടുതൽ അയാളെ ഏറ്റെടുക്കുന്നതിൽ അർത്ഥമില്ല. കമ്പനി ബിയുടെ റിസ്ക് കൂടുതലുള്ളതാണ്, പക്ഷേ അവിടെ കുറച്ചും കൂടി റിട്ടേൺസ് അയാൾക്ക് പ്രതീക്ഷിക്കാം എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അയാൾക്കത് ഇൻവെസ്റ്റ് ചെയ്യായിരുന്നു, അതിൽ ഇൻവെസ്റ്റ് ചെയ്യായിരുന്നു. പക്ഷേ ഇവിടെ അയാളെ പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ റിസ്ക് കൂടുതൽ ഏറ്റെടുത്തുകൊണ്ട് കാര്യമില്ല. സെയിം റിട്ടേൺ തന്നെയാണ് അയാൾക്ക് എന്ത് ചെയ്യാൻ പോണത്, കിട്ടാൻ പോണത്. കമ്പനി എയിൽ കിട്ടുന്ന 8 rupees തന്നെയാണ് കമ്പനി ബിയിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, കിട്ടാൻ പോകുന്നത്. അപ്പം അങ്ങനെ കൂടുതൽ റിസ്ക് എടുത്തുകൊണ്ട് വല്ലത് കാര്യമുണ്ടോ, കാര്യമില്ല. അപ്പോൾ ഇവിടെ കൂടുതൽ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്നത് ഏത് കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, കമ്പനി എ എന്ന് പറയുന്ന കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ സ്റ്റോക്കാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുക, പ്രിഫർ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് ഉള്ളത്. അപ്പോൾ 2 കമ്പനികൾ തന്നിട്ട് എങ്ങനെയാണ് അതിനെ നമ്മൾ ഡീൽ ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനെ കമ്പയർ ചെയ്യുന്നത് എന്നുള്ള തരത്തിലുള്ള പ്രോബ്ലംസ് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം അത് വ്യക്തമായിട്ട് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, ഇനി അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കണം, വേരിയൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കണം, അതെങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യണം, അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തത്, പറഞ്ഞത്. ഇനി നമുക്ക് ആ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ആദ്യത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് സിസ്റ്റമാറ്റിക് റിസ്കിൻ്റെ കാൽക്കുലേഷൻ ആയിട്ടുള്ള ബീറ്റേനെ കുറിച്ചിട്ടാണ്, അല്ലേ? ബീറ്റ കാൽക്കുലേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ബീറ്റ കാൽക്കുലേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എങ്കിലും നമ്മളൊന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുകയാണ്. എന്താണ് ബീറ്റയുടെ പ്രത്യേകത എന്നുള്ളത് നമ്മൾ പറഞ്ഞു. സാധാരണ രീതിയിൽ ബീറ്റയുടെ വാല്യൂ എങ്ങനെയാണ് വരിക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഒരു നോർമൽ റേഞ്ച് നമ്മൾ പറഞ്ഞു. ഏതാണ് അതിൻ്റെ നോർമൽ റേഞ്ച്? 0 മുതൽ 2.5 വരെ എന്ത് വേരി ചെയ്യാം, ബീറ്റയുടെ വാല്യൂ വേരി ചെയ്യാം. ഇനി ഈ വാല്യൂവിനനുസരിച്ചിട്ടാണ് സാധാരണ എന്ത് നമ്മൾ നോക്കുക, അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. ഇനി ബീറ്റ എന്ന് പറയുന്ന മെഷർമെൻറ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സിസ്റ്റമാറ്റിക് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് എന്തെന്ന് പറയുന്നത്, ബീറ്റ എന്ന് പറയുന്നത്. ഇനി നമുക്കവിടെ 3 മെഷേഴ്സാണ് നമ്മളവിടെ പഠിച്ചത്. ഏതൊക്കെയാണ്? ഇഫ് ബീറ്റ ഈസ് മോർ ദാൻ 1 ഇറ്റ് ഈസ് കോൾഡ് ആസ്, എങ്ങനെയുള്ള ഷെയർസാണ് ആയിട്ടാണ് നമ്മൾ പഠിച്ചത്? ഇറ്റ് ഈസ് കോൾഡ് ആസ് അഗ്രസീവ് ഷെയർസ്. ഇഫ് ബീറ്റ ഈസ് മോർ ദാൻ 1, അല്ലേ? ബീറ്റ കാൽക്കുലേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. നിങ്ങളത് പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. If beta is more than 1 it is aggressive. It is aggressive. Beta is less than 1 it is defensive. If beta is equal to 1 it is neutral. ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ. ഈ ഇൻ്റർപ്രിട്ടേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഓരോ സ്റ്റോക്കിലും സിസ്റ്റമാറ്റിക് റിസ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. ഓക്കെ, ഇനി എന്താണ് അഗ്രസീവ്, എന്താണ് ഡിഫെൻസീവ്, എന്താണ് ന്യൂട്രൽ എന്ന് നമുക്ക് മനസ്സിലായി. എന്താണ് അഗ്രസീവ്? അതിനെ ഒന്നിനേക്കാൾ കൂടുതൽ വാല്യൂ വന്നു കഴിഞ്ഞാൽ അത് അഗ്രസീവാണ്. ഒന്നിനേക്കാൾ ചെറുതാണെങ്കിൽ, അതായത് ബീറ്റ കാൽക്കുലേറ്റ് ചെയ്തു, അതിനുശേഷം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഒന്നിനേക്കാൾ കൂടുതലുള്ളൊരു ഫിഗറാണ് കിട്ടിയത്. അതായത് ചിലപ്പോൾ 1.5 ആയിരിക്കാം, 2 ആയിരിക്കാം, 2.5 എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ. 1നേക്കാൾ കൂടുതലാണ് ബീറ്റ എങ്കിൽ അതിൻ്റെ അർത്ഥം ആ പർട്ടിക്കുലർ സ്റ്റോക്ക് അഗ്രസീവാണ്. അഗ്രസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താ? അഗ്രസീവ് മീൻസ് മാർക്കറ്റിനോട് കമ്പയർ ചെയ്യുമ്പോൾ ചേഞ്ചസ് ആർ റാപ്പിഡ്. ആ പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ ചേഞ്ചസ് വളരെ റാപ്പിഡാണ്. മാർക്കറ്റിൽ ചിലപ്പോൾ ഒരു 10 rupees മാത്രമേ ചേഞ്ച് വന്നിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ആ പർട്ടിക്കുലർ ഷെയറിൻ്റെ പ്രൈസിലുള്ള വ്യതിയാനം നമ്മൾ നോക്കണേ. പ്രൈസിൽ എന്ത് വന്നിട്ടുണ്ടാവും? ചിലപ്പോൾ ഒരു 100 rupeesൻ്റെ ചേഞ്ച് വന്നിട്ടുണ്ടാവും. അതായത് ചെറിയ മാറ്റങ്ങൾ വരെ
വളരെ വലിയ രീതിയിൽ എന്ത് ചെയ്യുക, എഫക്റ്റ് ചെയ്യുക. അങ്ങനെ എഫക്റ്റ് ചെയ്യപ്പെടുന്ന ഷെയർസിനെ വിളിക്കുന്ന പേരാണ് അഗ്രസീവ്. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് ഡിഫെൻസീവ് എന്ന് പറയുന്നത്. ഡിഫെൻസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടായാലും ഒരു പരിധി വരെ പ്രതിരോധിച്ച് നിൽക്കും. മാർക്കറ്റിൽ ചിലപ്പോൾ 50 രൂപ മാറ്റം ഉണ്ടായിട്ടുണ്ടാവും, പക്ഷേ ചിലപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ആ പർട്ടിക്കുലർ ഷെയറിനെ സംബന്ധിച്ചിടത്തോളം അതിൽ വളരെ ചെറിയൊരു മാറ്റം ഉണ്ടായിട്ടുള്ളൂ. അതായത് ഒരു പരിധി വരെ അതിങ്ങനെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കും. ഇനി എന്തുട്ടാ ഈ മാർക്കറ്റ്, എന്താണ് മാർക്കറ്റ് എന്ന് പറയുന്ന സംഭവം? മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ ഷെയർ വാങ്ങാൻ വെക്കുകയും ചെയ്യണം, അതന്നെ മാർക്കറ്റ്. ഷെയർ വാങ്ങാൻ വെക്കുകയും ചെയ്യുന്നത് എവിടെയാണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ. അപ്പം അങ്ങനെ മാർക്കറ്റിലുണ്ടാവും. മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷെയർ മാത്രം, അതിൻ്റെ മാറ്റങ്ങളല്ല അവിടെ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുക. മൊത്തത്തിലുള്ള ഷെയർസിൻ്റെ ട്രേഡിങ്ങും മൊത്തത്തിലുള്ള ഷെയർസിൻ്റെ ആ ഒരു ഫങ്ഷനിങ്ങാണ് അവിടെ വരിക. മാർക്കറ്റിൻ്റെ ഇൻഡെക്സ് പ്രൈസ് ഒക്കെ പറയുന്ന സമയത്ത് അങ്ങനെയാണ് പറയുക, അല്ലാണ്ട് ഒരു ഷെയർ മാത്രം അവിടെ പറയില്ല. അപ്പം മാർക്കറ്റിൻ്റെ പൊതുവായിട്ടുള്ള ആ ട്രെൻഡുകൾ എത്ര കണ്ട് ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുതന്നെയാണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്ന സാധനവും, അല്ലേ? നമ്മൾ 2 തരം റിസ്ക്, ഇപ്പോൾ സിസ്റ്റമാറ്റിക് ആൻഡ് അൺസിസ്റ്റമാറ്റിക് റിസ്ക് പഠിച്ചതിൽ സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് വെച്ചാൽ എന്താ സംഭവം? മാർക്കറ്റിനെ മൊത്തമായിട്ട് ബാധിക്കുന്ന റിസ്കിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റമാറ്റിക് റിസ്ക്. അതേസമയം ഒരു ഷെയർ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഷെയർ, കമ്പനീനോ അല്ലെങ്കിൽ 1-2 ഇൻഡസ്ട്രികൾ അതിനെ മാത്രം ബാധിക്കുന്നതാണെങ്കിൽ അതിനെ നമ്മൾ അൺസിസ്റ്റമാറ്റിക് എന്നാണ് എന്ത് ചെയ്യുക, പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഈ ബീറ്റ എന്ന് പറയുന്ന മെഷർമെൻറ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സിസ്റ്റമാറ്റിക് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ അഗ്രസീവ്, ഒരു മാർക്കറ്റിലുള്ള പൊതുവായിട്ടുള്ള ട്രെൻഡ് ഒരു പർട്ടിക്കുലർ ഷെയറിനെ വളരെ കാര്യമായിട്ടുള്ള രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അഗ്രസീവ്. വളരെ നേരിയ തോതിലാണ് എഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഡിഫെൻസീവ്. അതേസമയം ഒരു മാറ്റവും ഇല്ലാതിരിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂട്രൽ ഷെയർസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 തരം ഇൻ്റർപ്രിട്ടേഷൻസ് നമ്മൾ പഠിച്ചതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ആ പഠിക്കണമെങ്കിൽ ഒരു ചെറിയൊരു ഫോർമുല നമ്മൾ എന്ത് പഠിക്കേണ്ടതുണ്ട്. ആ ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് മനസ്സിലായി. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയുക, സ്റ്റെപ്സ് നമ്മൾ എടുത്താൽ ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫോർമുല ചെറുതാണ് എങ്കിലും. ഇനി ബീറ്റയുടെ സിമ്പലാണ് നമ്മളിവിടെ യൂസ് ചെയ്യണത്. ഇത്തിരി നീണ്ട വാലുള്ള ബി, അതാണ് ബീറ്റ എന്ന് പറയുന്നത്. ദെൻ ബീറ്റ ഈസ് ഈക്വൽ ടു RIM സിഗ്മ R ആൻഡ് സിഗ്മ M ഡിവൈഡഡ് ബൈ സിഗ്മ IM സ്ക്വയർ. ഇവിടെ R അല്ല കേട്ടോ, സോറി, I. ഓക്കെ, സോ ഇവിടെ R എന്ന് പറയുന്നത് R എന്ന് പറയുന്നത് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്, അതാണ് R. സിഗ്മ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണെന്നറിയാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഇവിടെ IM എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് എന്താ? I മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഏതിലാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം ആ ഷെയർ, അതാണ് I. M എന്ന് വെച്ചാൽ മാർക്കറ്റ്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതിലാണോ ഇൻവെസ്റ്റ് ചെയ്യണം അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മാർക്കറ്റിലാണോ ഇൻവെസ്റ്റ് ചെയ്യണം അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? രണ്ടിൻ്റെയും വേരിയൻസ് സിഗ്മ IM സ്ക്വയർ, രണ്ടിൻ്റെയും വേരിയൻസ് എടുക്കുക, വേരിയൻസ് സ്ക്വയർ ചെയ്യുക. അതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. പക്ഷേ ഇത് കണ്ടുപിടിച്ച് ചിലപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നേരിട്ട് പ്രോബ്ലത്തിൽ വന്നിട്ടുണ്ടാകും. വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി. കോറിലേഷൻ തന്നിട്ടുണ്ടാവും, വേരിയൻസ് തന്നിട്ടുണ്ടാവും, സിഗ്മ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ടാവും. ഇത് വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ഉത്തരം കിട്ടും, ബീറ്റ നമുക്ക് പെട്ടെന്ന് കിട്ടും. അതേസമയം ചിലപ്പോൾ പ്രോബ്ലത്തിൽ ഇതൊന്നും നമുക്ക് തന്നിട്ടുണ്ടാവില്ല. തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. കോറിലേഷൻ കണ്ടുപിടിക്കേണ്ടി വരും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേരിയൻസ് കിട്ടും, വേറെ സംശയമൊന്നുമില്ല. അപ്പം അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ചെയ്യേണ്ടി വരും. അതാണ് കുറച്ച് ലെങ്തി ആയിട്ട് എന്ത് ചെയ്യുക. ഓക്കെ,
അപ്പോൾ ഇതാണ് അതിൻ്റെ ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ തന്നെ പകുതി. ചിലപ്പോഴെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള എന്ത് വരാറുണ്ട്, പ്രോബ്ലംസ് വരാറുണ്ട്. സോ നമുക്ക് പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നൗ വി ക്യാൻ കൺക്ലൂഡ് ദിസ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.